നമസ്കാരം. നമ്മുടെ അടൂരിലെ വിശേഷങ്ങളൊക്കെ തിരക്കിപ്പോയി കറങ്ങി അടിച്ച് വന്ന് ക്ഷീണം കൊണ്ട് നേരത്തെ കിടന്നതാണ്. പക്ഷെ കിടന്നിട്ട് ഉറക്കം വരാത്ത ഒരു മഹാസംഭവം എൻ്റെ തലയിൽ ഞാൻ വായിച്ച് കയറ്റിപ്പോയി. ചിന്തിച്ചിട്ട് എവിടെയും എത്താതെ ഉറക്കം വരാതെ കിടന്നിട്ടാണ് ഞാൻ രാത്രി 11 മണിക്കാണ് ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. അത് കഴിഞ്ഞാൽ സമാധാനമായി സ്വസ്ഥമായി ഉറങ്ങാൻ കഴിയും എന്നുള്ള പ്രത്യാശയോടെയാണ് ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോ സമർപ്പിക്കുന്നത്. ഞാൻ ഒരല്പം നോട്ടൊക്കെ എഴുതി കൂട്ടിയിട്ടുണ്ട്. കാര്യം ഇത് വളരെ ബൃഹത്തായ ഒരു വിഷയമാണ്. അത്തരം വലിയൊരു വിഷയം ഞാൻ നിങ്ങളുടെ മുമ്പിൽ ചർച്ചയ്ക്ക് വയ്ക്കുമ്പോൾ നിങ്ങൾക്ക് അത് കേട്ട് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ഞാനത് എഴുതി ചുരുക്കി പരിമിതപ്പെടുത്തി നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. നിങ്ങൾ കേൾക്കണം. നമ്മുടെ നാട്ടിലെ നമ്മൾ മലയാളികൾ അല്ലെ നമ്മൾ ഇന്ത്യക്കാർ അനുഭവിക്കുന്ന സ്വർഗീയ സുഖങ്ങളെ പറ്റി നമ്മൾ വിലയിരുത്തണം. നമ്മൾ മൈന്യൂട്ട് വിഷയങ്ങളിൽ, ചെറിയ ചെറിയ വിഷയങ്ങളിൽ, നമ്മളുടെ മനുഷ്യാവകാശ ലംഘനങ്ങളിൽ ഒക്കെ ഘോരഘോരം വീഡിയോകൾ ചെയ്തും പ്രസംഗിച്ചും നമ്മളുടെ സർക്കാരുകളെ നമ്മൾ വാതോരാതെ ചീത്ത വിളിച്ചും തെറി വിളിച്ചും മുന്നേറുമ്പോൾ നമുക്ക് കിട്ടുന്ന സ്വാതന്ത്ര്യമൊന്നും നമുക്ക് പോരാ, ഇത് കുറഞ്ഞുപോയി, നമ്മളുടെ സ്വാതന്ത്ര്യങ്ങൾ നമ്മളുടെ സർക്കാരുകൾ ദുരുപയോഗം ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വിഷമിക്കുകയും സർക്കാരുകൾക്കെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ നമ്മൾ ഉന്നയിക്കുകയും നമ്മളുടെ റോഡുകൾ മോശമാണെങ്കിൽ നമ്മുടെ റോഡുകളെ പറ്റി നമ്മൾ മരുമോൻ മന്ത്രിയെ വരെ ചീത്ത വിളിക്കുകയും ഒക്കെ ചെയ്യുന്ന സ്വാതന്ത്ര്യം എന്താണെന്ന് നാം അനുഭവിച്ചു പോകുന്നത് കൊണ്ടാണ് യഥാർത്ഥ സ്വാതന്ത്ര്യവും സൗന്ദര്യത്തിന്റെ നൂലാമാലകളും ഒക്കെ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം നിങ്ങൾ കേൾക്കണം. നമ്മുടെ ലോകത്തൊരു രാജ്യമുണ്ട്. 10 വയസ്സാകുന്നതിന് മുമ്പ് കുട്ടികളെ നിർബന്ധിച്ച് ബലാത്സംഗം ചെയ്യുക, നിർബന്ധിച്ച് ലൈംഗിക ആവശ്യങ്ങൾക്ക് വിനിയോഗിക്കുക. അതിനുശേഷം ആ കുട്ടികൾ ഗർഭിണികളായി പോയാൽ നിർബന്ധിച്ച് ഗർഭം അലസിപ്പിക്കുക, തോക്കിൻ മുനയിൽ ഗർഭം അലസിപ്പിക്കുക. ഇത്തരം പെൺകുട്ടികളെ, ആ രാജ്യത്തെ പെൺകുട്ടികളെ ദുരുപയോഗം ചെയ്യുന്നത് അഥവാ ബലാത്സംഗം ചെയ്യുന്നത് ആ രാജ്യം ഭരിക്കുന്ന ആ രാഷ്ട്രത്തിന്റെ സൈന്യവും അവരോട് മത്സരിച്ച് സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടുന്ന അവിടുത്തെ റിബലുകളും ചേർന്നാണ്. രണ്ട് കൂട്ടരും ഇക്കാര്യത്തിൽ വളരെ മുന്നിൽ തന്നെയാണ്. പ്രത്യേകിച്ച് പ്രശ്നബാധിത പ്രദേശങ്ങളിൽ വ്യാപകമായിട്ട് കുട്ടികളെ, സ്ത്രീകളെ ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിച്ച് അവരെന്താണ് നേടാൻ ഉദ്ദേശിക്കുന്നത് എന്നെനിക്ക് മനസ്സിലായിട്ടില്ല. 10 വയസ്സുള്ള കുട്ടികൾ, നാം കരുതണം നമ്മളുടെ 10 വയസ്സുള്ള കുട്ടികളെയൊക്കെ നമ്മൾ പൊന്നോമനകളായിട്ടാണ് കാണുന്നത്. കുറെ നിർകൃഷ്ട ജന്മങ്ങളുണ്ട് അവരെ ലൈംഗിക ആവശ്യങ്ങൾക്ക് വേണ്ടി ദുരുപയോഗം ചെയ്യുന്നത്. അവരെ ഞാൻ ഇവിടെ പരാമർശിക്കുന്നില്ല. അതൊക്കെ നമ്മുടെ നാടിന്റെ കുഴപ്പം. അത് പോട്ടെ, നമ്മൾ ആ വിഷയം എടുക്കുന്നില്ല. 1898 മുതൽ 1956 വരെ ഈ സുഡാൻ ഭരിച്ചിരുന്നത്, അതെ, ഞാൻ സുഡാനെ പറ്റിയാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ലോകത്തിലെ ദാരിദ്ര്യത്തിന്റെ പട്ടികയിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന സുഡാൻ. ഈ 56 വരെ സുഡാൻ ഭരിച്ചിരുന്നത് ഈജിപ്തുകാരും ബ്രിട്ടീഷുകാരും കൂടെ ചേർന്നാണ്. ഒരുപക്ഷെ അവിടുത്തെ ജനത അക്കാലത്ത് അല്പം സ്വാതന്ത്ര്യമൊക്കെ അനുഭവിച്ചിട്ടുണ്ടാകും, അടിമകളായിരുന്നെങ്കിൽ പോലും. അതിനുശേഷം സ്വാതന്ത്ര്യം കിട്ടുന്നതിന് 1 വർഷം മുമ്പ് 1955 അവിടെ സിവിൽ വാർ പൊട്ടിപ്പുറപ്പെട്ട്, ആദ്യത്തെ 1ാം സിവിൽ വാർ. ആ 1955 പുറപ്പെട്ട ആ സിവിൽ വാർ 1972 തീരുമാനമാകുന്നത്. എന്ന് കരുതി തീർന്നില്ല. രണ്ടാം സിവിൽ വാർ ഉടനെ തന്നെ 1983 തുടങ്ങി 2005 വരെ തുടർന്നു. ഓരോ സിവിൽ വാറുകളും ആ നാട്ടിലെ ജനതയുടെ ദാരിദ്ര്യം കൂട്ടിയതല്ലാതെ അവർക്ക് യാതൊരു മെച്ചവും ഉണ്ടാക്കി കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മുടെ നാട്ടിലെ ഭീകര പ്രവർത്തനത്തിന് ഏർപ്പെടുന്നവർ, നമ്മുടെ മാവോയിസ്റ്റുകള്, അങ്ങനെ നക്സലുകള്
ഒക്കെ വന്നിട്ട് അവരൊക്കെ എന്തിനോ വേണ്ടി പോരാടുകയാണ് ചെയ്യുന്നത്. ഞാൻ പറയുന്നത് അവരൊക്കെ ഒന്നിനും വേണ്ടിയല്ല പോരാടുന്നത്, അവരുടെ മനസ്സിലെ ഈഗോ കാരണം പോരാടുന്നു എന്ന് എനിക്ക് പറയാൻ കഴിയുള്ളൂ. കാര്യം ഇത്തരം പോരാട്ടങ്ങളിലൊന്നും നമ്മുടെ രാജ്യത്തെന്നല്ല ലോകത്തൊരിടത്തും ആരും ഒന്നും നേടിയിട്ടില്ല. നമ്മൾ കണ്ടതാണ് ഈ ഭീകരപ്രവർത്തകര് ലോകത്താകമാനം ഭീകരപ്രവർത്തനം നടത്തിയിട്ട് അവര് ചത്തൊടുങ്ങുന്നതല്ലാതെ ലോകത്തിന് യാതൊരു മാറ്റവും അവർക്ക് സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടില്ല. അത് തന്നെയാണ് നക്സലുകൾക്കും മാവോയിസ്റ്റുകൾക്കും ഒക്കെ സംഭവിക്കുന്നത്. മൂന്നാം സിവിൽ വാർ അവിടെ തുടങ്ങുന്നത് 2003 വീണ്ടും തുടങ്ങുകയാണ്. അതായത് 1983 മുതൽ 2005 വരെ ഒരു വിഭാഗം നടത്തുന്നത്, അതിനോട് എതിർപ്പുള്ളവർ വേറൊരു വിഭാഗക്കാര് പിന്നെ സിവിൽ വാർ തുടങ്ങിയിട്ട് 2003 മുതൽ ഇപ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. കഴിഞ്ഞ 21 വർഷമായിട്ട് പ്രത്യേകിച്ച് സൗത്ത് കോർഡോഫൻ ആൻഡ് ബ്ലൂ നൈൽ ഏരിയയിൽ ആ സോണ് ഓരോ സോണായിട്ടാണ് ഞാൻ തരംതിരിച്ച് എഴുതിയിരിക്കുന്നത്. കൂടാതെ 2011 തുടങ്ങിയ മറ്റൊരു വിഭാഗത്തിന്റെ സിവിൽ വാർ അത് ഇപ്പോഴും നിലനിൽക്കുന്നു. 2023 മുതൽ മറ്റൊരു ഗ്രൂപ്പിന്റെ സിവിൽ വാർ, ആഭ്യന്തര കലാപം എന്നൊക്കെ നമ്മൾ എന്തിനാണ് അതിനെ വിശേഷിപ്പിക്കുന്നത്? അതുകൊണ്ടാണ് ഞാൻ സിവിൽ വാർ എന്നുള്ള ഇംഗ്ലീഷ് വാക്ക് തന്നെ ഉപയോഗിക്കുന്നത്. ഇതെല്ലാം ഇപ്പൊ തന്നെ നിലവില് 4-5 ഗ്രൂപ്പ് വിഭാഗങ്ങളുടെ ഏരിയ തിരിച്ച് സോണ് തിരിച്ച് അവരവരുടെ സ്വാതന്ത്ര്യമോ അവരവരുടെ എന്താവശ്യത്തിനോ അഥവാ അവരവരുടെ ഈഗോയ്ക്ക് വേണ്ടിയോ ആണ് അവരവിടെ പ്രവർത്തിച്ചു പോരുന്നതും ഈ സൈനിക നീക്കങ്ങൾ നടത്തുന്നതും. പക്ഷെ ഒന്നോർക്കണം, സൈനികരെന്തെങ്കിലും നേടിയോ, ആ രാഷ്ട്രം എന്തെങ്കിലും നേടിയോ, അഥവാ അവിടുത്തെ ഈ കലാപകാരികൾ എന്തെങ്കിലും നേടിയോ എന്നൊന്നും എനിക്കറിയില്ല. ഞാനത് എവിടെയും പരിശോധിച്ചിട്ട് എവിടെയും എനിക്കൊന്നും കിട്ടിയിട്ടുമില്ല. ഞാൻ ഒരുപാട് സ്ഥലങ്ങൾ പരിശോധിച്ചു, എങ്ങും കിട്ടിയില്ല. പക്ഷേ ഈ സിവിൽ വാറുകൾ കൊണ്ട് ഉണ്ടായ നേട്ടങ്ങള് അവിടുത്തെ സാധാരണക്കാർക്ക് ദാരിദ്ര്യം മൂലം അഥവാ അവരുടെ ആരോഗ്യം ക്ഷയിച്ചതും പോഷകക്കുറവ് കൊണ്ട് ജീവിതം തകർന്നതും, ഒപ്പം തന്നെ ഈ സൈനിക വിഭാഗങ്ങളുടെ, അതായത് ഗവൺമെന്റിന്റെ സൈനികരും റിബലുകളുടെ സൈനികരും രണ്ട് കൂട്ടരും ഇവരെ അബ്യൂസ് ചെയ്തത്, അബ്യൂസ് മീൻസ് സെക്സിന് വേണ്ടി ദുരുപയോഗം ചെയ്യുന്നതുമല്ലാതെ അവിടെ യാതൊരു നേട്ടങ്ങളും ഉണ്ടായിട്ടില്ല. പ്രത്യേകിച്ച് ഈ ഡാർഫർ മേഖലയിൽ അവിടെയൊക്കെ വളരെ രൂക്ഷമായിട്ടാണ് ഈ പ്രശ്നങ്ങൾ നടക്കുന്നത്. കാര്യം ഈ രണ്ട് കൂട്ടരുകളുടെയും സെക്സ്വൽ അരാജകത്വം പരിഹരിക്കേണ്ട ബാധ്യത ആ നാട്ടിലെ 10 വയസ്സ് മുതലുള്ള പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കുമാണെന്ന് ഉള്ള ദുരവസ്ഥ അത് നമ്മൾ അറിയണം. നമ്മുടെ നാട്ടിലെ സ്ത്രീകൾക്ക് എന്തെല്ലാം സ്വാതന്ത്ര്യമുണ്ട്. നമ്മുടെ നാട്ടിലെ സ്ത്രീകളെ ആരെങ്കിലും ഒന്ന് നോക്കിയാൽ പോലും കേസെടുക്കുന്നതാണ് നമ്മുടെ നാട്. പക്ഷേ നമ്മുടെ നാട്ടിലെ സ്ത്രീകളെ പോലെ, നമ്മുടെ അമ്മ പെങ്ങന്മാരെ പോലെ ഈ സുഡാനിലെ സ്ത്രീകളെ പറ്റി നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം. നിങ്ങൾക്ക് ഓൺലൈനിൽ പരിശോധിക്കാം, യൂട്യൂബിലുണ്ടോ എന്ന് എനിക്കറിയില്ല, ഗൂഗിളിലൊക്കെ നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കണം എന്താണ് സുഡാനിലെ അവസ്ഥയെന്ന്. വളരെ ദയനീയമാണ് അവിടുത്തെ അവസ്ഥ. അവിടുത്തെ സ്ത്രീകൾ പ്രത്യേകിച്ചും 30% താഴെയാണ് വിദ്യാഭ്യാസം നടത്തുന്നത്. എന്ന് പറഞ്ഞാൽ അവിടുത്തെ സമ്പന്ന വിഭാഗക്കാർക്ക് മാത്രമേ വിദ്യാഭ്യാസം ചെയ്യാനുള്ള സാമ്പത്തികമുള്ളൂ, അല്ലെ അതിനുള്ള സൗകര്യമുള്ളൂ. ബാക്കിയുള്ളവരെല്ലാം ചത്തുകെട്ട് നശിച്ചു പോവാണ്. ഈ ഞാൻ പറഞ്ഞ 10 വയസ്സിന് താഴെയുള്ള പെൺകുട്ടികളെ, 10 വയസ്സിന് താഴെയുള്ളതും അത് മുതൽ മേളിലോട്ടുള്ള പെണ്ണായി പിറന്നാൽ അവരെ എല്ലാം സെക്സ് ആവശ്യത്തിന് വിനിയോഗിക്കുന്ന ഈ റിബലുകളും ഈ പട്ടാളക്കാരും, വളരെ ഖേദപൂർവം പറയേണ്ട മറ്റൊരു വിഷയം കൂടെ ഉണ്ട്. നമ്മൾ നമ്മുടെ നാട്ടില് ജാതി തിരിഞ്ഞ് മതം തിരിഞ്ഞ് നമ്മളുടെ അവകാശങ്ങൾക്ക് വേണ്ടി പടപൊരുതുമ്പോ നമ്മളിപ്പോ കാണുന്ന കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് ക്രിസ്ത്യൻ ജാതി വിഭാഗങ്ങൾ തരംതിരിഞ്ഞ് പള്ളികൾക്ക് വേണ്ടി നിലകൊള്ളുകയും കൊച്ചുകുട്ടികളെ വരെ മുന്നിൽ നിർത്തി പോരാടുകയും ചെയ്യുന്നത് വരെ നമ്മൾ കണ്ട്. അവരൊക്കെ എന്ത് നേടാൻ വേണ്ടിയാണ് ഇതിനു വേണ്ടി പിടിക്കുന്നതെന്ന് എനിക്ക് സത്യത്തിൽ മനസ്സിലായിട്ടില്ല. എന്റെ സംസാര ശൈലി ഒരുമാതിരി അച്ചടി ഭാഷ മാതിരിയായി പോകുന്നില്ലേ? നിങ്ങൾക്ക് ബോറാകുന്നുണ്ടാകും. സാരമില്ല, ഇത് അങ്ങനെ പറയേണ്ട ഒരു വിഷയമാണ്. അതുകൊണ്ടാണ് അച്ചടി ഭാഷ വിനിയോഗിക്കുന്നത്. അങ്ങനെ സ്ത്രീകൾക്കും
കുട്ടികൾക്കും യാതൊരു സ്വാതന്ത്ര്യവുമില്ലാതെ ദുരുപയോഗം ചെയ്യപ്പെടുമ്പം ലോകരാഷ്ട്രങ്ങൾ ചില്ലറ സഹായങ്ങളൊക്കെ അവിടെ ചെയ്യുന്നുണ്ട്. നമ്മുടെ യൂണിസെഫ്, പിന്നെ UN, അങ്ങനെയൊക്കെ പറഞ്ഞ് ചില ചില്ലറ സഹായങ്ങൾ ചെല്ലുന്നല്ലാതെ അതും പ്രായോഗികമായിട്ട് എല്ലാവർക്കും കിട്ടുന്നില്ല. കുറച്ച് മനുഷ്യാവകാശ സംഘടനകൾ, ആ നാട്ടിലെ NGOs ഒക്കെ ഇതിന് എതിരായിട്ട് ജനങ്ങൾക്ക് ബോധവൽക്കരണം നടത്താനൊക്കെ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതല്ലാതെ പ്രത്യേകിച്ച് പരിഹാരമൊന്നുമില്ല. ഒരു സ്ത്രീയുടെ അല്ലെ ഒരു കുടുംബത്തിലെ നശിച്ചുപോയ അവരുടെ മാനം ഇല്ലാതെ അതും പേറി അവർക്ക് എങ്ങനെ ജീവിക്കാൻ കഴിയും? അങ്ങനെ ആ സ്ത്രീകൾക്ക് കൗൺസിലിംഗ് കൊടുക്കാൻ തന്നെ അവിടുത്തെ NGOസിന് വളരെയധികം സമയം ചെലവഴിക്കേണ്ടി വരുന്ന ആ രാജ്യത്ത് നമുക്ക് ജീവിക്കാൻ കഴിയുമോ? സുഡാനിൽ പോയി നമുക്കൊരു ദിവസം ജീവിക്കാൻ കഴിയുമോ? കഴിയില്ല. കാര്യം അവിടെ നാക്കുകൊണ്ടല്ല വാക്കുകൾ പ്രയോഗിക്കുന്നത്, തോക്കുകൾ കൊണ്ടാണ് പ്രയോഗിക്കുന്നത്. സാധാരണക്കാർക്ക് വോയിസ് ഇല്ല. അവിടുത്തെ സർക്കാർ ഒരു മുസ്ലിം രാഷ്ട്രമാണെന്ന് പറയുന്നതിൽ എനിക്ക് മാനക്കേടുണ്ട്. പക്ഷേ അവർ കാലാകാലങ്ങളായിട്ട് മുസ്ലിം രാഷ്ട്രം തന്നെയാണ്. അതിനുള്ളിലുള്ള വിവിധ പ്രാന്തപ്രദേശത്തിലെ വിവിധ സോണുകളിലെ ആൾക്കാരാണ് ഈ തമ്മിൽ തല്ലുന്നത്. നമ്മുടെ ക്രിസ്ത്യൻ വിഭാഗത്തിലെ 1,000 ജാതികൾ മാതിരി, നമ്മുടെ ഹിന്ദു സമുദായത്തിലെ 1,000 ജാതികൾ മാതിരി അവിടെ ഗോത്രം തിരിഞ്ഞാണ് തമ്മിൽ തല്ലുന്നത്, തമ്മിൽ വെട്ടുകയും കുത്തുകയും ചെയ്യുന്നത്. ആർക്ക് വേണ്ടി? അവരെന്ത് നേടാൻ വേണ്ടി? എന്തായാലും മുസ്ലിം സമുദായത്തിന് വേണ്ടി, മുസ്ലിം സമൂഹത്തിന് വേണ്ടിയല്ല അവർ പോരാടുന്നത്. ആണെങ്കിൽ ലോകരാഷ്ട്രങ്ങളിൽ പലരും, മറ്റ് മുസ്ലിം രാജ്യങ്ങളൊക്കെ ഇതിനകത്ത് ഇടപെട്ടനും. പക്ഷെ ഇതല്ല. ഇത് അവരവരുടെ ഈഗോ പരിഹരിക്കാൻ വേണ്ടിയാണ് അവർ പോരാടുന്നത് എന്നോർക്കുമ്പോഴാണ് നാണം തോന്നേണ്ടി വരുന്നത്. ഇതൊന്നും കൂടാതെ ആണായി പിറന്നാലും ഉണ്ട് അവിടെ ദോഷം. ആണായി പിറന്നാൽ കൊച്ചു കുട്ടികളെ തന്നെയാണ് ആർമിയിലും അവിടുത്തെ റിബലുകളുടെ ആർമിയിലും ചേർക്കുന്നത്. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഇത്തരം ആർമികളുടെ ഭാഗമാകുന്ന കുട്ടികൾ ചത്ത് വീഴുകയോ അഥവാ നാട് വിട്ടോടുകയോ ചെയ്യേണ്ടി വരികയാണ് ചെയ്യുന്നത്. പിന്നെ എന്തിനാണ് ഈ സുഡാൻ എന്ന് പറയുന്ന രാജ്യം? ഞാൻ പറയുന്ന അനുഭവം വിട്ട് തകർത്ത് കളയേണ്ടതാണ് ഈ രാജ്യം. അവിടുത്തെ ജനത ഒറ്റ പ്രാവശ്യം മരിച്ചാൽ പോരെ? ദിവസവും നിമിഷങ്ങൾ വെച്ച് എന്തിനാണ് മരിക്കുന്നത്? അപ്പൊ നിങ്ങൾ ചോദിക്കും, എടാ ഇവൻ തന്നെയല്ലേ ഈ നമ്മുടെ നാട്ടിലെ ഓരോ ചെറിയ ചെറിയ മനുഷ്യാവകാശ ലംഘനങ്ങളെല്ലാം കുത്തിപ്പൊക്കി വീഡിയോകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അവനാണോ ഇന്ന് പറയുന്ന സുഡാനിലെ സ്ത്രീകളെ പറ്റി? പക്ഷെ സുഡാനിലെ സ്ത്രീകളെ പറ്റി നമ്മൾ അറിഞ്ഞാൽ നമ്മൾക്ക് ഉറങ്ങാൻ കഴിയില്ല. അത്യാവശ്യം സുബോധമുള്ള മനസ്സുള്ള സ്വസ്ഥത വേണ്ടുന്നവർക്ക് ഉറങ്ങാൻ കഴിയില്ല എന്നുള്ളത് വളരെ സത്യമാണ്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇന്ന് നേരത്തെ ഉറങ്ങാൻ കിടന്നതാണ്, പക്ഷെ എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. ഈ സുഡാനിലെ വിഷയങ്ങൾ അറിഞ്ഞ് ഞാനത് കാണാൻ കാരണം മനോരമയിൽ ഇന്നതെ പറ്റി ഒരു റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കഷ്ടകാലത്തിന് ഞാൻ പോയി കണ്ടതാണ്. കണ്ടു കഴിഞ്ഞപ്പോഴാണ് ഞാൻ സുഡാനെ പറ്റി അന്വേഷിച്ചിറങ്ങിയിട്ട് 4-5 മണിക്കൂർ അന്വേഷിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ കിടന്ന ഉറക്കം വരാത്ത അവസ്ഥയായി. എനിക്ക് തോന്നി ഈ കഥകൾ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറക്കം വരില്ല. കാര്യം നമ്മൾക്ക് നമ്മുടെ കുട്ടികളെ പറ്റിയിട്ട് അത്രയ്ക്ക് ആശങ്കകളുണ്ട്. പക്ഷേ സുഡാനിലെ കുട്ടികൾക്ക് ഇത്തരം ആശങ്കകളും മനുഷ്യാവകാശങ്ങളും ഒക്കെ നിഷേധിക്കപ്പെടുന്നത് ആർക്ക് വേണ്ടി, എന്തിനാണെന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഞാൻ കൂടുതൽ വലിച്ചു നീട്ടുന്നില്ല. എൻ്റെ ഭാഷയിൽ ഭാഷാ ശൈലിയിൽ ഇന്ന് വലിയ മാറ്റം വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പക്വത വന്നതായിരിക്കും, ഇല്ലയോ? അപ്പസ്സലാം.